ഡൽഹി കേന്ദ്രീകൃതമായ വയൽവാരം TV ചാനലിലെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഗുരുദേവ കൃപ ഉണ്ടാകട്ടെ. ആ പേര് കൊടുത്ത് തന്നെ വളരെ ഉചിതമായി ഗുരുദേവൻ ജനിച്ച് അനുഗ്രഹിച്ച വയൽവാരം വീടിൻ്റെ പേരിലുള്ള ഈ ചാനലിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ബിംബമൊരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കിടക്കരവങ്ങളമ്പിളി തുമ്പയും ദുഷ്കൃതങ്ങളകറ്റുവാനൊഴുകിടുമമ്പരഗംഗയും തൃക്കുരുന്നിലെനിക്കു കാണണമെപ്പോഴും ഗുഹപാലിമാ. വിഭാവസുക്കളിടംബലം നയനങ്ങളാം ഹിന്ദുബിംബമുഖങ്ങളും തിരുനാസികാവലിയും തഥാ കർണമണ്ഡലമണ്ഡലീകൃതഗണ്ഡപാളിയുമെന്നുടെ കണ്ണിണയ്ക്കതിഥി ഭവിക്കണമെപ്പോഴും ഗുഹപാഹിമാ. ഹിന്ദുബിംബ വിഭാവസുക്കളിടംബലം നയനങ്ങളാം ഹിന്ദുബിംബമുഖങ്ങളും തിരുനാസികാവലിയും തഥാ കർണമണ്ഡലമണ്ഡലീകൃതഗണ്ഡപാളിയുമെന്നുടെ കണ്ണിണയ്ക്കതിഥി ഭവിക്കണമെപ്പോഴും ഗുഹപാഹിമാ.
പാഹി മാം. ഈശ നിൻ പവിഴം തൊഴും രതനച്ചതങ്ങളും ഉല്ലസൽ. കേശപേശലദന്തതാടികളും കറുത്തകളങ്ങളും ആസുരാകൃതി കൈകളിൽ തിരുവായുധങ്ങളോടും മമ ക്ലേശനാശന സിദ്ധയേ വരുകാശു ഷൺമുഖ പാഹി മാം. ഉള്ളിലുള്ളൊരു ദോഷഭാരമൊഴിപ്പതിന്നതിസൗരഭം വെള്ളിമുത്തു പളുങ്കൊടുത്തു കൊരുത്തു ചാർത്തിയ മാറിടം പള്ളി തന്മണവാള നിന്നുദരാഭയും തിരുനാഭിയും ഉള്ളിലാകണമെപ്പോഴും പരിശുദ്ധയേ ഗുഹ പാഹി മാം. ഉള്ളിലുള്ളൊരു ദോഷഭാരമൊഴിപ്പതിന്നതിസൗരഭം വെള്ളിമുത്തു പളുങ്കൊടുത്തു കൊരുത്തു ചാർത്തിയ മാറിടം പള്ളി തന്മണവാള നിന്നുദരാഭയും തിരുനാഭിയും ഉള്ളിലാകണമെപ്പോഴും പരിശുദ്ധയേ ഗുഹ പാഹി മാം. തെഴുമേനി നിന്നവയവങ്ങളൊഴിഞ്ഞു മുൻമൊഴിയുന്ന തെന്നി മുനികൾക്കുമെന്നംബികേ കഴിവില്ലയൊന്നുമതു കൊണ്ടെനിക്കിന്നു നിൻ മൊഴി വന്നു മൗന നിലയായി മുഴങ്ങുന്നിതാ. തെഴുമേനി നിന്നവയവങ്ങളൊഴിഞ്ഞു മുൻമൊഴിയുന്ന തെന്നി മുനികൾക്കുമെന്നംബികേ കഴിവില്ലയൊന്നുമതു കൊണ്ടെനിക്കിന്നു നിൻ മൊഴി വന്നു മൗന നിലയായി മുഴങ്ങുന്നിതാ. ഇതുകൊണ്ടു കണ്ടതിലൊരുത്തി നീ എന്നുമീ മതിമണ്ഡലത്തോടു മറുത്തു മറ്റൊന്നിലും കുതികൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻ കനി. ഇതുകൊണ്ടു കണ്ടതിലൊരുത്തി നീ എന്നുമീ മതിമണ്ഡലത്തോടു മറുത്തു മറ്റൊന്നിലും കുതികൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻ കനി. കണി കാണുമിക്കനകമോടു കർവേണി മൺ പണികാനൽ നീരു നികരെന്നു പാടുന്നിതാ. പിണിയാറുമാറു പിരിയാതെ പേണുന്ന നിൻ മണിമേനി തന്നിലണയുന്നതിന്നൂതു നീ. കണി കാണുമിക്കനകമോടു കർവേണി മൺ പണികാനൽ നീരു നികരെന്നു പാടുന്നിതാ. പിണിയാറുമാറു പിരിയാതെ പേണുന്ന നിൻ മണിമേനി തന്നിലണയുന്നതിന്നൂതു നീ. തുനിചൂടും അയ്യന തുണയ്ക്കു തോന്നുന്ന നീ മുനിമൗലി തന്നിലെഴുന്നള്ളി മൂളുന്നതും പണിയൊണ്ടിടും ക്രമി തുടങ്ങി മറ്റൊക്കെ നിൻ ഇനമെന്നതും നിലയിലൂതി നിന്നീടു നീ. തുനിചൂടും അയ്യന
ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ളനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും
അരുളാൽ വരുമിമ്പമൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കുരുവാമിതേതിനും അരുളൻപനുകമ്പമൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം. അരുളുള്ളവനാണു ജീവിയെന്നൊരു വിട്ടിടുകയീ നവാക്ഷരീ. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. പ്രിയമുള്ളവരെ, 16ാമത് പ്രതീകാത്മക ശിവഗിരി തീർത്ഥാടനം കാൽക്കാജി ശാഖയുടെ ആഭിമുഖ്യത്തിൽ SNDP യോഗം ഡൽഹി യൂണിയൻ നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാ കൊല്ലവും വളരെ പ്രൗഢഗംഭീരമായി നമ്മൾ ആഘോഷിച്ചു വരികയാണ്. ഇന്നിവിടെ നടക്കുന്ന ഈ തീർത്ഥാടന സമ്മേളനത്തിലേക്ക് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി കാൽക്കാജി ശാഖയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ വേണു ഡി അവർക്കലെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. SNDP ഡൽഹി യൂണിയന്റെ കരുത്തനായ പ്രസിഡന്റ് ശ്രീ അനിൽ TS അവരുകളെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. SNDP ഡൽഹി യൂണിയന്റെ സെക്രട്ടറി ശ്രീ ഓമനക്കുട്ടൻ അവരുകളെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. എത്രയും സമാദരണീയനായ പ്രിയപ്പെട്ട ഡോക്ടർ MM ബഷീർ സർ അവരുകളെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീമതി ഡെലോണി മാനുവൽ അവരുകളെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥിയായി
ഇവിടെ എത്തിയിരിക്കുന്നത് മലയാള മനോരമയുടെ ദ വീക്ക് ഇംഗ്ലീഷ് വീക്ക്ലിയുടെയും റെസിഡന്റ് എഡിറ്ററായ ശ്രീ ആർ പ്രസന്നൻ സർ അവരുകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഡൽഹി SNDP യൂണിയൻ വനിതാ സംഘത്തിന്റെ കരുത്തയായ പ്രസിഡന്റ് ശ്രീമതി സുധാ ലച്ചു സിംഗ് അവരുകളെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. എല്ലാ പരിപാടികളിലും പ്രോട്ടോകോൾ എത്തിക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. ക്ഷമാപണത്തോടുകൂടി ആദരണീയനായ യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ MK അനിൽ അവരുകളെ ക്ഷമാപണത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക, ക്ഷണിക്കുക. SNDP ഡൽഹി യൂണിയൻ വനിതാ സംഘത്തിന്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീമതി ജ്യോതി ബാഹുലേ അവരുകളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാൽക്കാജി ശാഖയുടെ കരുതനായ സാരഥി സെക്രട്ടറി ശ്രീ സുശീലൻ അവരുകളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. അതുപോലെ തന്നെ കാൽക്കാജി ശാഖയുടെ വനിതാ സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സിന്ധു മോനിച്ചൻ അവരുകളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാൽക്കാജി ശാഖയുടെ വനിതാ സംഘം സെക്രട്ടറി ശ്രീമതി സതി സജീവ് അവരുകളെ വേദിയിലേക്ക് ക്ഷണിക്കുക. പ്രിയമുള്ളവരെ, ശിവഗിരി തീർത്ഥാടനം ഗുരുവിന്റെ അനുമതിയോടുകൂടി തുടങ്ങിയിട്ട് ഇന്നേക്ക് 92 വർഷങ്ങൾ പിന്നിടുകയാണ്. ഒരുപക്ഷെ ചില പ്രത്യേക സാമുദായിക ഉദ്ധരണ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസം, കച്ചവടം, തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇതിലൂന്നിക്കൊണ്ട് ജനതയ്ക്ക് അഭിവൃദ്ധിയും ഉന്നമനവും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുവാനുള്ള ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പദയാത്ര ലോകത്തിൽ തന്നെ ശിവഗിരി തീർത്ഥാടനം ഒന്ന് മാത്രമായിരിക്കും. ഈ 90 വർഷങ്ങളിൽ ശിവഗിരിയിൽ പല പ്രമുഖന്മാരെയും പല വിഷയങ്ങളിൽ എത്രയോ പ്രഭാഷണങ്ങൾ നടത്തി. ഇതും ഒരു ചരിത്ര റെക്കോർഡ് തന്നെയായിരിക്കും, അല്ലേ മനോജ് സാറെ? അത് ഗുരു വിഭാവനം ചെയ്ത ഒരുമയോടെ എല്ലാവരും ഒരേ സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു ലോകം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വിഷണറി അല്ലെങ്കിൽ ഒരു വിഷനായി ആണ്. ഓരോ കൊല്ലവും ശിവഗിരി തീർത്ഥാടനത്തിന്റെ തിരക്കുകൾ അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങൾ കൂടി വരികയാണ്. നേരത്തെ ഡിസംബർ 30, 31 തീയതികളിലാണ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഡിസംബർ 15 ആകുമ്പോഴേക്കും ശിവഗിരി തീർത്ഥാടനം ഒരുക്കം തുടങ്ങുകയും ആ തീർത്ഥാടനം ജനുവരി 5 വരെ കേരളത്തിലും നമ്മളിങ്ങനെ ഡൽഹിയിലോ അല്ലെന്നുണ്ടെങ്കിൽ അറേബ്യൻ നാടുകളിലോ മറ്റ് പല പ്രദേശങ്ങളിലും അത് ജനുവരിയുടെ ആദ്യത്തെ 2ാമത്തെ ആഴ്ചകൾ പോലും നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഉത്സവമായി മാറിയിരിക്കുകയാണ്. അതിലുപരി ഈ പറഞ്ഞതുപോലെ പല വീട്ടിൽ നിന്നും ഒരു ആർജവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ കൂടുതൽ ധന്യമാക്കാം എന്നുള്ള ഒരു കാര്യമാണ് അതിൽ ഏറ്റവും വലിയ പ്രസക്തി. നമ്മളെ ഈ ഡൽഹിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ദീർഘമായ ഒരു സമ്മേളനം നടത്തുവാനോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടി നിൽക്കുന്ന സമ്മേളനം നടത്തുവാനോ സാധ്യമല്ല. ശിവഗിരിയുടെ തീർത്ഥാടനത്തിനെ നമ്മൾ മനസ്സാ വഹിച്ചുകൊണ്ട് ഒരു പ്രതീകാത്മക രൂപത്തിൽ ഇവിടെ ചെറിയ തോതിലെങ്കിലും ആഘോഷിക്കുവാൻ ഈ വേള ഉപകരിച്ചതിൽ
ഗുരുദേവനോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെയും പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ശ്രീ ആർ പ്രസന്നൻ സർ അവറുകൾ, അദ്ദേഹം മലയാള മനോരമ ഡൽഹിയുടെ റെസിഡന്റ് എഡിറ്ററാണ്. അതുപോലെ തന്നെ ദ വീക്ക് എന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൻ്റെയും റെസിഡന്റ് എഡിറ്ററാണ്. മലയാള മനോരമ ദിനപത്രം വായിക്കുന്നവർക്കറിയാം, അതിൽ ഹെറിറ്റേജ് വാക്ക് എന്നൊരു കോളം സാർ എഴുതാറുണ്ട്. ചരിത്രാന്വേഷികളിലും ചരിത്രത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും മിക്കവാറും എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളായിരിക്കുന്നത്. ഒരു പക്ഷേ പല ചരിത്ര വിദ്യാർത്ഥികൾക്ക് പോലും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പ്രസന്നൻ സാർ അതിൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും മലയാള മനോരമ പത്രം വായിക്കുന്നവർ തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു അനുഭവ സമ്പത്തായിരിക്കും. ഞാൻ ഇടയ്ക്ക് സാറിനോട് ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി, അത് എല്ലാം കൂടി ഒരു ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ചരിത്ര വിദ്യാർത്ഥികൾക്ക് തന്നെ വലിയൊരു സംഭാവനയായിരിക്കും. ശ്രീ പ്രസന്നൻ സാറിനെ ഞാൻ SNDP ഡൽഹി യൂണിയന്റെയും കാൽക്കാജി ശാഖയുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമ്മേളനത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എല്ലാവർക്കും സുപരിചിതയായ ബെലോണി മേഡം, മാനുവൽ മലബാർ ജ്വല്ലറി എന്ന പേര് നിങ്ങൾ മലയാളികളായ ഡൽഹിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വളരെ സുപരിചിതമായ ഒരു നാമമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശിവഗിരി മഠത്തിലെ ശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ നയിച്ച ടീമിനോടൊപ്പം പോപ്പിനെ സന്ദർശിക്കുവാൻ സൗഭാഗ്യം കിട്ടിയ ഒരാൾ കൂടിയാണ് മേഡം. ഞങ്ങൾ മേഡത്തിനെയും ശ്രീ മാനുവൽ അവറുകളെയും ക്ഷണിക്കുവാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വളരെ വികാരധീനനായി സന്തോഷത്തോടെ പറഞ്ഞത്, ഇതൊരു ഗുരുവിന്റെ നിയോഗമായിരിക്കും. എന്തെന്ന് വെച്ചാൽ ഞാനിത് പ്രീ പ്ലാൻ ചെയ്ത ഒരു കാര്യമേ അല്ലായിരുന്നു. ഒരിടത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഞങ്ങൾ പോപ്പിനെ കാണാൻ വരുന്നുണ്ടോ? ശരി, ഞാനും വരുന്നു. അടുത്ത ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. സാധാരണ റോമിലേക്കുള്ള വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ 3, 4, 5 ദിവസങ്ങൾ കഴിയും. പുള്ളിക്ക് ശനിയാഴ്ചയായിട്ട് കൂടി അടുത്ത ദിവസം വിസ കിട്ടുന്നു. 2 ദിവസത്തിനുള്ളിൽ അവിടെ എത്തുന്നു. സാധാരണ ഇവിടെ KCBCയുടെ അല്ലെങ്കിൽ ബിഷപ്പുമാരായാലോ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം അപേക്ഷിച്ച് കാത്തിരുന്നിട്ടാണ് പോപ്പിനെ കാണുവാനുള്ള ഒരു അനുമതി ലഭിക്കുന്നത്. പക്ഷേ മേഡത്തിനും ഹസ്ബൻഡിനും ആ ടീമിനും വളരെ പെട്ടെന്ന് തന്നെ അത് കിട്ടുകയും പോപ്പിനെ കണ്ട് പോപ്പിന്റെ കൂടെ 1.5 മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കുവാനുള്ള അല്ലെങ്കിൽ കഴിയുവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അത് ഗുരുവിന്റെ നിയോഗം എന്ന് തന്നെയാണ് മേഡവും ശ്രീ മാനുവൽ അവരും വിശ്വസിക്കുന്നത്. മേഡത്തിനെ ഈ സദസ്സിലേക്ക്, ഈ സമ്മേളനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുപാട് ലേറ്റായി. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ബഷീർ സാറിന്റെ പ്രസംഗത്തിന് വേണ്ടിയിട്ടാണ്. ബഷീർ സാറിനെ പറ്റിയിട്ട് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ വളരെയധികം നന്നായി മനസ്സിലാക്കിയിട്ടുള്ളയാളാണ്. പ്രിയപ്പെട്ട ബഷീർ സാറിനെ വളരെ സ്നേഹത്തോടെ SNDP ഡൽഹി യൂണിയന്റെ പേരിലും കാൽക്കാജി ശാഖയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്നേഹത്തോടെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുക. അടുത്തത് എൻ്റെ സഹപ്രവർത്തകനായ ഡൽഹി SNDP യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ TS അനിലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ആദരണീയനായ യൂണിയൻ സെക്രട്ടറി ശ്രീ ഓമനക്കുട്ടൻജി അവരുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. ബോർഡ് മെമ്പർ ശ്രീ MK അനിൽജി അവരുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഡൽഹി SNDP യൂണിയന്റെ വനിതാ സംഘത്തിന്റെ സാരഥി വനിതാ സംഘ പ്രസിഡന്റ് ശ്രീമതി സുധാ ലച്ചു സിംഗ് അവരുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ SNDP ഡൽഹി യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ശ്രീമതി ജ്യോതി ബാഹുലേൻ അവരുകളെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ശാഖാ ഭാരവാഹികൾ, വനിതാ സംഘം ഭാരവാഹികൾ, പ്രവർത്തകർ, ബാലജനസഖ്യം, യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ, മറ്റെല്ലാവരെയും, എൻ്റെ സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും, മുൻ പ്രസ് സെക്രട്ടറി ശ്രീ പ്രിൻസ് അവറുകൾ, ശ്രീ കല്ലറ മനോജ് അവറുകൾ, പ്രിയപ്പെട്ട സിജു, എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പുതുവർഷാശംസകളോടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിനമുണ്ടാകട്ടെ, ഗുരുദേവൻ്റെ അനുഗ്രഹാശംസകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ഡൽഹി യൂണിയൻ പ്രസിഡന്റ് ശ്രീ TS അനിൽജി അവരുകളെ ക്ഷണിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. പ്രതീകാത്മക ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ അവസാനഘട്ട ചടങ്ങായ തീർത്ഥാടന സമ്മേളനം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചതിലും 1 മണിക്കൂറിലധികം താമസിച്ചാണ് പരിപാടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഈ പരിപാടി തുടർന്ന് പോകുന്നതിനുള്ള അവസരം ഉണ്ടാക്കും. എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ബഷീർ സാറിൻ്റെ പ്രസംഗം കേൾക്കാനാണെന്നറിയാം. ഈ തീർത്ഥാടന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ശ്രീമാൻ വേണു അവരുകളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ഡെലോണി മാനുവൽ, മലയാള മനോരമ വീക്കിൻ്റെ എഡിറ്ററായ ശ്രീമാൻ പ്രസന്നൻ സാർ, യൂണിയൻ്റെ വൈസ് പ്രസിഡന്റും എൻ്റെ സഹപ്രവർത്തകനുമായ ശ്രീമാൻ CD സുനിൽകുമാർ, യൂണിയൻ്റെ സെക്രട്ടറിയും എൻ്റെ സഹപ്രവർത്തകനുമായ ശ്രീമാൻ ഓമനക്കുട്ടൻജി, ബോർഡ് മെമ്പർ MK അനിൽകുമാർജി, വനിതാ സംഘം പ്രസിഡന്റ് സുധാ ലച്ചു, സെക്രട്ടറി ജ്യോതി ബാഹുലേൻ, കാൽക്കാജി ശാഖാ സെക്രട്ടറി, വനിതാ സംഘം സെക്രട്ടറി, പ്രസിഡന്റ്, വിവിധ ശാഖകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ശാഖാ ഭാരവാഹികൾ, യൂണിയൻ കൗൺസിലേഴ്സ്, ബഹുമാന്യരായ ശ്രീ നാരായണീരെ, നിങ്ങൾക്കെല്ലാവരുടെ വിനീതമായ നമസ്കാരം. 92ാമത് ശിവഗിരി തീർത്ഥാടനം ഈ 1-ാം തീയതി പര്യവസാനിച്ചിട്ടുണ്ട്. ആ തീർത്ഥാടനം ഒരു പൊതു ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത്, നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ തന്നെ വാർത്താമാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തകൾ എല്ലാ പരിപാടികൾക്കും ഒരു വിശേഷം നൽകാറുണ്ട്. ഒരുപക്ഷെ 92ാമത് ശിവഗിരി തീർത്ഥാടനവും കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾക്ക്, ഒരു സംവാദത്തിന് വഴിതെളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗുരുനിയോഗമാണെന്ന് നാം കാണേണ്ടതുണ്ട്. കാരണം അവിടെ ശ്രീനാരായണീയയുടെ ആത്മീയ ആചാര്യൻ ശ്രീമാൻ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതും, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറഞ്ഞതും, അവിടെ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതും ഒക്കെ തന്നെ അതിൻ്റെ യഥാർത്ഥ വീക്ഷണങ്ങൾ, അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴ് മീഡിയകളിൽ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മീഡിയകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മറ്റ് പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ അവരവരാൽ കഴിയുന്നത്ര വിശേഷണങ്ങൾ കൊടുത്ത് അത് വിശകലനം ചെയ്ത് ഇന്ന്
സമൂഹത്തിലൊരു ചർച്ചയാക്കിയിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ, സതുദ്ദേശത്തോടെ പറഞ്ഞ കാര്യങ്ങൾ, അതിനെ വികലമായിട്ട് വളച്ചൊടിക്കുന്ന സ്വഭാവം പത്രധർമ്മത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ ഇതിലപ്പുറവും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ശ്രീമാൻ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ കാര്യങ്ങളും മുഖ്യമന്ത്രി അതിന് വിശദീകരണം നൽകിയ കാര്യങ്ങളും ഒക്കെ യഥാർത്ഥ വസ്തുതകൾ പലപ്പോഴും കാണാതെ അതിൻ്റെയൊക്കെ ഏതെങ്കിലും ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ഉള്ള വിശകലനങ്ങളാണ് നടക്കുന്നത്, ചർച്ചകളാണ് നടക്കുന്നത്. അത് വളരെ ദുഃഖകരമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ തീർത്ഥാടനത്തിൽ അതിൻ്റെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ആധികാരികമായിട്ട് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുവാനാണ് നമ്മൾ ശ്രീമാൻ ബഷീർ സാറിനെ ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമയം ഒട്ടും തന്നെ ഞാൻ അപഹരിക്കുന്നില്ല. ഈ തീർത്ഥാടനം 16ാമത് പ്രതീകാത്മക തീർത്ഥാടനത്തിൻ്റെ സമാപനമായ ഈ തീർത്ഥാടന സമ്മേളനം SNDP ഡൽഹി യൂണിയന് വേണ്ടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസാ പ്രസംഗത്തിനായി ആദ്യം ഞാൻ മേഡത്തിനെ ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പ്രതീകാത്മകമായ തീർത്ഥാടനം എന്നിവിടെ ഏറ്റവും മനോഹരമായി നടത്തുകയും അതുപോലെ ഈ സമ്മേളനം ഇവിടെ ഓർഗനൈസ് ചെയ്യുകയും ചെയ്ത എല്ലാ സംഘാടകർക്കും ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ നേരുന്നു. തീർത്ഥാടകൻ ഒരു കവിയാണെന്നാണ് പറയുന്നത്. പിൽഗ്രിം ഈസ് എ പോയറ്റ് ഹു ക്രിയേറ്റ്സ് ബൈ ടേക്കിംഗ് ജേർണീസ് എന്നാണ്. നമുക്ക് ചുറ്റുമുള്ളത് ഏറ്റവും ആഴത്തിൽ കാണുകയും ഏറ്റവും ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ തീർത്ഥാടനം ഒരു ഭംഗിയുള്ള ഒരു കവിതയായി മാറുന്നത്. തീർത്ഥാടനം ഏറ്റെടുക്കുന്നവർക്ക് പഞ്ചശുദ്ധി വേണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവിൻ്റെ കർമ്മശുദ്ധിയും വാക്ശുദ്ധിയും മനഃശുദ്ധിയും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു വത്തിക്കാനിൽ നടന്ന സർവ്വമത സമ്മേളനത്തിൽ പ്രതിഫലിച്ചത്. അതിൽ ഭാഗഭാക്കാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും ഒരു മാജിക്കൽ മൊമെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു അനുഭവമായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു 2500-3000 ആളുകളോ പങ്കെടുക്കുന്ന ഒരു വിവാഹ സൽക്കാര വേളയിൽ വെച്ചിട്ടാണ് ശ്രീ AV അനൂപ്, അദ്ദേഹത്തിന് അവിടെ പരിചയമുള്ള എത്രയോ ആളുകളുണ്ട്, ഞങ്ങളെക്കാൾ പരിചയമുള്ളവരുണ്ട്. ഞങ്ങളിങ്ങനെ പൊതു സമ്മേളനങ്ങളിലോ പൊതുവായിട്ടുള്ള പരിപാടികളിലോ മാത്രം കണ്ടുമുട്ടുന്നവരാണ്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം വളരെ കാഷ്വലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, ഞാനിങ്ങനെ പോവുകയാണ്, നിങ്ങൾ വരുന്നു എന്ന്. അപ്പോൾ പിന്നീടുള്ളതെല്ലാം ഒരു നിമിത്തമായിട്ട് പെട്ടെന്ന് നടന്നതാണ്. അവിടെ ചെന്നിട്ടാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വീകരണമായിരുന്നു നമുക്കവിടെ കിട്ടിയത്. ഈ ഹാളിലേക്ക് നമ്മൾ കയറി വന്നത് എത്ര സ്മൂത്തായിട്ടായിരുന്നു, അത്രയും ലാഘവത്തോടു കൂടിയാണ് വത്തിക്കാനിൽ ഞങ്ങൾ ആ ഹാളിലോട്ട് കയറിപ്പോയത്. ഒരു പാസ്പോർട്ട് ചോദിക്കുകയോ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഞങ്ങളോട് ചോദിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്നതാണെന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. വത്തിക്കാനിൽ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സായിട്ടുള്ളവർ, അച്ഛന്മാരായിട്ടുള്ളവരൊക്കെ എത്രയോ വർഷങ്ങളോടെ ജോലി ചെയ്തിട്ടും മാർപ്പാപ്പയുമായിട്ട് ഇത്ര അടുത്ത് കാണാൻ സാധിക്കാതെ തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് ഗുരു അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും മനസ്സിലും നിറഞ്ഞു തുളുമ്പിയ മനുഷ്യരോടുള്ള, സഹജീവികളോടുള്ള സ്നേഹം, അത് ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ അത്രയും ഒരു സ്വീകരണം നമുക്ക് ലഭിച്ചത്. അപ്പോൾ ആ സ്നേഹത്തിന് മുന്നിൽ ആ ഗുരുവിന് നമിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു. ആശംസാ പ്രസംഗത്തിന് ശ്രീ പ്രസന്നൻ സാർ അവരുകളെ വിനയപുരസ്സരം ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട SNDP കൽക്കാജി ശാഖ യൂണിയൻ പ്രസിഡന്റ് ശ്രീ അനിൽ, ശ്രീ സുനിൽകുമാർ,
മറ്റ് SNDP ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ MM ബഷീർ അവർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ ഈ ഉത്തര ശിവഗിരി തീർത്ഥാടന ആഘോഷത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, അതിലപ്പുറം അഭിമാനമുണ്ട്. അതേസമയം എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ നവോത്ഥാചാര്യനായ ശ്രീ നാരായണ ഗുരുവിനെ കുറിച്ച് ഇങ്ങനെയൊരു സദസ്സിനോട്, അതായത് പ്രത്യേകിച്ച് പണ്ഡിതശ്രേഷ്ഠനായ ശ്രീ MM ബഷീറൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിനോട് സംസാരിക്കാൻ പറഞ്ഞത്, ഇപ്പം ഡെലിവറി അടുത്തോട് ചോദിച്ചാൽ അറിയാം, നാട്ടിലെ കേരളത്തിലെ ഒരു ചെറിയ ഇടവക പാതിരിയോട് നേരെ റോമിൽ പോയി കർദിനാൾമാരുടെ ഒരു യോഗത്തിൽ ദൈവശാസ്ത്രത്തെപ്പറ്റി പ്രസംഗിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് മറ്റൊരു ചിന്ത ചെറിയൊരു ആശ്വാസം നൽകി. എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും സാധാരണഗതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ അങ്ങനെ ഈ വിഷമം ഉണ്ടാകും. പക്ഷെ ഇവിടെ സാധാരണ ഒരു വ്യക്തിയെക്കുറിച്ചല്ല എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെറും ഒരു ആത്മീയ ആചാര്യനോ ഒരു സാമൂഹ്യ പരിഷ്കർത്താവോ ഒന്നുമല്ല. പകരം അതിനുപരി ശ്രീബുദ്ധനെയും ശങ്കരാചാര്യരെയും വിവേകാനന്ദനെയും മഹാത്മാഗാന്ധിയെയും പോലെ ഒരു യുഗാചാര്യനെന്നോ അവതാര പുരുഷനെന്നോ വിളിക്കാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെയുള്ളവരെ നാം എല്ലാവരും ഒരുപോലെയല്ല കാണുന്നത്. നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ അറിയുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ. ഇവ നിങ്ങളിൽ തന്നെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ശ്രീനാരായണന്മാർ വ്യത്യസ്തരാണ്. ഞാൻ അറിയുന്ന ശ്രീനാരായണനല്ല നിങ്ങൾ അറിയുന്ന ശ്രീനാരായണൻ. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും വ്യത്യസ്തരായ ഓരോ ശ്രീനാരായണന്മാരാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വാംശീകരിച്ച് വെച്ചിരിക്കുന്നത്. പലർക്കും അദ്ദേഹം ഒരു ആത്മീയ ആചാര്യനായിരിക്കാം, മറ്റു ചിലർക്ക് ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരിക്കാം, വേറെ ചിലർക്ക് സംഘസിദ്ധിയുടെ അവതാര പുരുഷനായിരിക്കാം. ഇങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലും ഓരോ ശ്രീനാരായണന്മാരാണ് വസിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു പക്ഷേ എല്ലാ യുഗാചാര്യന്മാരുടെ കാര്യത്തിലും അങ്ങനെയായിരിക്കാം. അത്തരം മഹത് വ്യക്തികളെ ഓരോരുത്തരെയും തങ്ങളുടേതായ കാരണത്താലാണ് ആദരിക്കുന്നത് അല്ലെങ്കിൽ വണങ്ങുന്നത്. എൻ്റെ മനസ്സിലെ ശ്രീനാരായണനെ കുറിച്ച് ഞാൻ പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിവിൻ്റെ വഴികാട്ടിയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ തുകയായ അറിവുണ്ടല്ലോ, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയും കോർപ്പസ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. नारायण धर्मा परिपालना योगम संस्था के सभी लोगों का गुरु जी के चरणों में मैं नीचे अपना आशीर्वाद लेकर आई हूँ। उनसे मैं उनकी पूजा करके आई हूँ, उनके बारे में जानने को मुझे मिला और बहुत सी जानकारी मैं गूगल से ले रही हूँ, लेकिन बहुत बार मौका मिलेगा कि गूगल पे ना जाना पड़े, सीधा आप लोगों को सुनकर गुरुजी और उनके 5 सूत्री कार्यक्रम और आज से नहीं 100 वर्षों से आप उनको अमर किए हुए हैं। सो ये मेरी शुभकामनाएं है कि ये उनकी जो सीख है वो हम सब इसी तरह के कार्यक्रमों का आयोजन करके जन जन तक पहुंचाएं, ताकि हर किसी को गुरु जी के जो विचार है उसका लाभ मिले। धन्यवाद। जय हिंद। പ്രിയമുള്ളവരെ, ആദരപൂർവ്വം ഡോക്ടർ MM ബഷീർ സാറിനെ മുഖ്യപ്രഭാഷണത്തിനായി ഞാൻ ക്ഷണിക്കുകയാണ്. या सृष्टि सृष्टुरद्य महदि विधिहुदम या हवीर्या च होत्री यद्वे कालचुदित विषय गुणाया स्थिता व्याप्य विश्वं यामाहो सर्वबीज प्रकृतिया प्राणिनं प्राणवन्तं प्रतिष्ठाभिप्रबन्नस्तनुभिरवधो वस्ताभिरष्टाभिरीश
ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കോരാവിവൻ തോണി നിൻപദം. മന്നവേന്ദ്ര വിളങ്ങുന്നു, ചന്ദ്രനെ പോലെ നിൻമുഖം. ചന്ദ്രന്റെ രൂപത്തിലാവോ? പോലെ ആകുള്ളൂ. അത് ഉപമയാണ്. സഹോദരങ്ങളെ പോലെ എന്നാൽ ഉപമയാണ്. ഗുരുദേവൻ പറയും സഹോദരങ്ങളെ പോലെ വരാനല്ല, സഹോദരങ്ങളായി തന്നെ ജീവിച്ചാ പോരാ. പിന്നെന്ത് വേണം? സോദരത്വേന വാഴുന്ന. വാഴുക എന്ന് പറഞ്ഞാൽ അതൊരാചാരമാണ്. രാജവാഴ്ച എന്ന് പറയുന്നത് അതൊരാചാരമാണ്. വാഴുക എന്നത് ആചാരമാണെങ്കിൽ ആചാരത്തെ തകർക്കാൻ പറ്റുമോ? പറ്റുവാന് സുപ്രീം കോടതി വിധിച്ചപ്പോ പെണ്ണുങ്ങളെല്ലാം കൂടെ ശബരിമലയെ കയറണമായിരുന്നു. ആചാരം തകർക്കാൻ പറ്റുമോ? We can smash an atom, but we can't smash prejudice. ആറ്റം തകർക്കാം, ആചാരത്തെ തകർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സഹോദരങ്ങളായി തന്നെ ജീവിക്കുന്നത് ആചാരമാക്കണം. എന്തൊരു വലിയ ആശയമാണ്. നിങ്ങൾ സഹോദരങ്ങളായി തന്നെ ജീവിക്കണമെന്നല്ല, ആചാരമാക്കണം. സോദരത്തെ വാഴണം. ആ വാഴ്ചയുടെ പ്രാധാന്യമാണ് ഉപനിഷത്ത് സമാനമായ 18 അധ്യായമുള്ള ചാന്തോക്യ ഉപനിഷത്തിന്റെ സാരമാണ് ദൈവദശകം. അതിന്റെ അടിയിൽ ഗുരുദേവൻ ചേർത്തിരിക്കുന്ന ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. എന്താ സോദരത്തെ വാഴുന്ന കേൾക്കുമ്പോൾ ലഘുവായി തോന്നി സഹോദരങ്ങളെ പോലെ ജീവിക്കണം. അല്ല, സഹോദരങ്ങളായി തന്നെ നിങ്ങൾ ആചാരമാക്കിയെടുക്കണം. തീർത്ഥാടന സമ്മേളനത്തിന് കൃതജ്ഞത അറിയിക്കുന്നതിന് വേണ്ടി SNDP കാൽക്കാജി ശാഖയുടെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ സുശീലൻ അവരുകളെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിവിടെ ഇത്രയും മനോഹരമായൊരു തീർത്ഥാടന മഹാമഹം സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചതിൽ അതിന് നേതൃത്വം നൽകിയ ഡൽഹി യൂണിയൻ ഭാരവാഹികൾക്കും കാൽക്കാജി ശാഖ അംഗങ്ങൾക്കും മറ്റ് എല്ലാ ശാഖ അംഗങ്ങളോടും ഞാൻ ആദ്യം എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇവിടെ നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികൾ, നമ്മൾക്ക് ഇത്രയും നേരം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രഭാഷകൻ നാട്ടിൽ നിന്ന് നമ്മുടെ ഇവിടെ എത്തി നമ്മൾക്ക് അറിവിൻ്റെ ഒരു നിറകുടം തന്നെ സമ്മാനിച്ച ശ്രീ ഡോക്ടർ MM ബഷീർ സാറിന് ഞാൻ ഡൽഹി യൂണിയൻ്റെ പേരിലും ഡൽഹി യൂണിയൻ കാൽക്കാജി ശാഖയുടെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയ മലയാള മനോരമയുടെ ദ വീക്കിൻ്റെയും പ്രസിഡന്റ് എഡിറ്ററായ ശ്രീ R പ്രസന്നൻ സാറിന് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കാണിച്ച ആ വ്യക്തിത്വത്തിനും ഞാൻ ഡൽഹി യൂണിയൻ്റെ പേരിലും കാൽക്കാജി ശാഖയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മളുടെ ഇവിടെ ഹെഡ് ഓഫ് ഓണറായിട്ട് ഇവിടെ എത്തിയ മാനുവൽ മലബാർ ജുവലേഴ്സിൻ്റെ ഓണർ മിസ്സസ് ഡെലോണി മാനുവൽ മേഡത്തിനും ഞാൻ യൂണിയൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും കാൽക്കാജി ശാഖയുടെ പേരിലുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച കാൽക്കാജി ശാഖ പ്രസിഡന്റ് ശ്രീ വേണു ഡിക്കും, അതോടൊപ്പം
നമ്മളുടെ യൂണിയൻ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന നമ്മളുടെ സാരഥികളായ നമ്മളുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ TS അനിൽ സാറ്, നമ്മളുടെ വൈസ് പ്രസിഡന്റ്, നമ്മളുടെ ശാഖയുടെ തന്നെ ഏറ്റവും ആദരണീയനായ ശ്രീ CD സുനിൽകുമാർ സാറ്, പിന്നെ നമ്മളുടെ യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ ഓമനക്കുട്ടൻ സാറ്. സമയാധിക്യം കൊണ്ട് ഞാൻ എല്ലാവരെയും പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാവരെയും കൂടെ ഒന്നിച്ച് പറയുകയാണ്. എല്ലാവർക്കും ഇപ്പം നമുക്ക് ആഹാരം കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കാതെ ഞാൻ എല്ലാവരും ഒന്നിച്ച്, പിന്നെ നമ്മളുടെ യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ സാർ ശ്രീ MK അനിൽ സാറ്, യൂണിയൻ വനിതാ സംഘം നമ്മുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് സുധാ ലച്ചു സിംഗ് അവர்கள், യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ജ്യോതി ബഗലേൻ മാഡം, എല്ലാവർക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായ നാമധേയത്തിലും കൽക്കാച്ചി ശാഖയുടെ പേരിലും ഡൽഹി യൂണിയൻ SNDP യോഗത്തിൻ്റെ പേരിലും ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മളിവിടെ വന്ന് സഹകരിച്ച ഈ കൊടും തണുപ്പിലും ഇത്രയധികം ഒരു ക്രൗഡുകളെ ഉണ്ടാക്കാൻ നമ്മളോട് പൂർവാധികം സഹകരിച്ച എല്ലാ ശാഖ അംഗങ്ങളോടും ശാഖ പ്രവർത്തകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. മേലിലും നമ്മൾക്ക് വരും വർഷങ്ങളിൽ ഇതിലും പ്രൗഢമായിട്ട് നമുക്ക് ഈ തീർത്ഥാടനം കൊണ്ടാടുവാൻ നമുക്ക് സാധിക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഇതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഉണ്ടാകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീ R പ്രസന്നൻ സാറിന് SNDP ഡൽഹി യൂണിയൻ്റെ ഒരു ചെറിയ ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ഡൽഹി യൂണിയൻ പ്രസിഡന്റ് ശ്രീ TS അനിൽ അവരെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ആദരണീയനായ ഡോക്ടർ MM ബഷീർ സാറിന് ഡൽഹി യൂണിയൻ്റെയും നമ്മളുടെ ഓരോരുത്തർക്ക് വേണ്ടിയും ഉള്ള ഒരു ചെറിയ ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി SNDP ഡൽഹി യൂണിയൻ സെക്രട്ടറി ശ്രീ ഓമനക്കുട്ടൻ അവരുടെയും അതുപോലെ തന്നെ ബോർഡ് മെമ്പർ ശ്രീ MK അനിൽ അവരുടെയും ഞാൻ സാദരം ക്ഷണിക്കുന്നു. ഈ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു.